നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസിനെ ബന്ധിപ്പിക്കാനുള്ള CPMന്റെയും സർക്കാരിൻ്റെ നീക്കങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞതോടെ റൂട്ട് മാറ്റിപ്പിടിക്കാനാണ് അടുത്ത നീക്കം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുൻ സംസ്ഥാന ട്രഷറർ കൂടിയായ NM രാജുവിനെ ആന്റണി MPക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കാൻ ഇറക്കിവിട്ടിരിക്കുന്നത്. 2 കോടി രൂപ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആന്റോ തന്റെ കയ്യിൽ നിന്നും കൈപ്പറ്റിയെന്നാണ് രാജുവിന്റെ ആരോപണം. എന്നാൽ അതിന് യാതൊരു തെളിവും തന്റെ കൈവശമില്ലെന്നും അദ്ദേഹം തന്നെ പറയുന്നു. ഇതോടെ ശരിക്കും വെട്ടിലായിരിക്കുന്നത് NM രാജുവാണ്. ആന്റോ എല്ലാം നിഷേധിച്ചാൽ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ രാജുവിനെതിരെ തിരിയും. പത്രസമ്മേളനത്തിൽ പറഞ്ഞ പണത്തിന്റെ മുഴുവൻ ഉറവിടവും കണക്കുകളും ഒക്കെ കാണിക്കേണ്ടി വരും. സ്വർണ്ണക്കൊള്ളയിൽ മാനം പോയി നിൽക്കുന്ന CPMന് പറഞ്ഞു നിൽക്കാനുള്ള ഏക മാർഗമായി MPമാരായ അടൂർ പ്രകാശും ആന്റണിയും സോണിയയ്ക്കും ഗോവർദ്ധനുമൊപ്പം സോണിയാഗാന്ധിയെ കാണുന്ന ചിത്രം. ഈ ചിത്രത്തിന്റെ പേര് പറഞ്ഞ് ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് വാദിക്കാൻ CPM ഏറെ പരിശ്രമിച്ചു. എന്നാൽ SIT അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. തന്നെ സോണിയയുടെ മുന്നിൽ എത്തിച്ചത് കേരള MPമാർ അല്ലെന്നും ബംഗളൂരുവിലെ ബന്ധുക്കളാണെന്നും പോറ്റി SITക്ക് മൊഴി നൽകിയതോടെ സോണിയ ചാപ്റ്റർ ക്ലോസ് ആയി. തങ്ങളുടെ നീക്കമെല്ലാം ഒരു വഴിക്ക് കൂടി പാളുന്നത് കണ്ടപ്പോഴാണ് CPM NM രാജുവിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അനുനയിപ്പിച്ചാണ് ആന്റണി MPക്കെതിരെ NM രാജുവിനെ രംഗത്തിറക്കിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. രാജുവിന്റെ മുൻ നേതാവായ ജോസ് കെ മാണിയെ തന്നെയാണ് ഇതിനായി നിയോഗിച്ചത് എന്നാണ് വിവരം. ഇതിന് മുന്നോടിയായിട്ടാണ് NM രാജുവിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രി നിക്ഷേപിച്ച പണം ആന്റണി കൈപ്പറ്റി എന്നൊരു ആരോപണം CPM മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉന്നയിച്ചത്. തന്റെ കൈവശം അതിന് തെളിവില്ല എന്നും ഉദയഭാനു പറഞ്ഞിരുന്നു. ഏതാണ്ട് ഇതേ രീതിയിലാണ് NM രാജുവിന്റെ ആരോപണം. താൻ ആന്റോയ്ക്ക് 2 കോടി രൂപ നൽകി, പക്ഷേ തെളിവുകൾ സൂക്ഷിച്ചിട്ടില്ല. ദുർബലമായ ഈ ആരോപണം ഉന്നയിച്ച് മുന്നേറാൻ കഴിയാതെ തീർത്തും പ്രതിസന്ധിയിലാണ് CPM. ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന് പ്രത്യുപകാരമായി രാജുവിന് എന്ത് ഓഫറായിരിക്കും CPM നൽകുക എന്നതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. സത്യത്തിൽ ഈ ആരോപണം ഉന്നയിച്ചതോടെ രാജു തന്നെയാകും വെട്ടിലാവുക. താൻ പണം കൊടുത്തതിന് തെളിവില്ലെന്ന് രാജു തന്നെ പറഞ്ഞതോടെ 2 കോടി എന്ന മാന്ത്രിക സംഖ്യ അപ്രസക്തമായി. താൻ പണം വാങ്ങിയെന്ന് സമ്മതിക്കുന്ന ആന്റണി അത് എത്രയാണെന്ന് പറയാൻ കൂട്ടാക്കിയിട്ടില്ല. ഇതൊരു ബുദ്ധിപരമായ നീക്കമാണ്. തിരികെ നൽകിയത് 20 ലക്ഷമാണെന്ന് രാജു പറയുന്നു. ആന്റോ അത് സമ്മതിച്ചിട്ടില്ല. ആന്റോയെ ED ചോദ്യം ചെയ്താലും രേഖകളില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം പറയുന്നതാകും കണക്ക്. അതേസമയം ആരോപണം ഉന്നയിച്ച രാജു ആദ്യം 2 കോടിയുടെ ഉറവിടം കാണിക്കണം. പിന്നെ അത് ലിക്വിഡ് ക്യാഷായിട്ടാണോ കൊടുത്തത് എന്നതിന് മറുപടി പറയണം. 2 ലക്ഷത്തിൽ കൂടുതൽ ലിക്വിഡ് ക്യാഷായി കൈമാറാൻ രാജ്യത്ത് നിലവിൽ നിയമമില്ല. ബാങ്ക് അക്കൗണ്ട് മുഖേന മാത്രം വേണം വലിയ തുകകൾ അയക്കാൻ. ഇതോടെ പെട്ടുപോകുന്നത് ആന്റോയല്ല NM രാജുവാണ്. ഒരു രേഖയുമില്ലാത്ത കടം വാങ്ങലിൽ ആന്റോ പറയുന്നത് എന്തായാലും അത് അന്വേഷണ സംഘത്തിന് കേൾക്കുകയും മാർഗമുള്ളൂ. ചുരുക്കത്തിൽ ചുമ്മാതെ ഇരുന്ന NM രാജു ഒരു വെളിപ്പെടുത്തലിലൂടെ സ്വയം പണി വാങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം NM രാജുവിന്റെ 44 കോടിയുടെ സ്വത്ത് വകകൾ ED ആരോപിച്ചിരുന്നു. വലിയ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ആളാണ് NM രാജു. ആയിരക്കണക്കിന് നിക്ഷേപകരിൽ നിന്നായി 300 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. ബഡ്സ് ആക്ട് പ്രകാരം ഇദ്ദേഹത്തിനും കുടുംബത്തിനുമെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. നിക്ഷേപകർ പണം നൽകുന്നതിന് വേണ്ടി നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഭൂമിയും മറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിലവിൽ പുതിയ വെളിപ്പെടുത്തലുമായി വന്ന രാജുവിനെതിരെ പണം പോയ നിക്ഷേപകർ രോഷാകുലരായി രംഗത്തുണ്ട്. ആന്റോയ്ക്ക് കൊടുത്ത 2 കോടി തിരിച്ചു ചോദിച്ചു ചെന്ന മകൾ കരഞ്ഞു കാലു പിടിച്ചുവെന്നാണ് രാജു പറഞ്ഞത്. ഇതുപോലെ എത്ര നിക്ഷേപകർ തന്റെ വീട്ടിൽ വന്ന് കാലു പിടിച്ചുവെന്ന മറുചോദ്യവും ഉയരുന്നു.